സർവരൂപധരം ശാന്തം സർവനാമധരം ശിവം സച്ചിദാനന്ദരൂപം അദ്വൈതം സത്യം ശിവം സുന്ദരം. ഭഗവാന്റെ പാദാരവിന്ദത്തിൽ സാഷ്ടാംഗ പ്രണാമം. ഒരു വിജ്ഞാനി, ഒരു സയൻറ്റിസ്റ്റ് ഭഗവാന്റെ സന്നിധിയിൽ ഇരിക്കുകയുണ്ടായിരുന്നു. ചിത്രാവതിയിൽ ഭഗവാന്റെ സവിധത്തിൽ ഇരിക്കുകയാണ്. ഭഗവാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിത്രാവതി മണൽത്തട്ടിൽ നിന്ന് ഒരു കല്ലെടുത്ത് വിജ്ഞാനിയുടെ അടുത്ത്, സയൻറ്റിസ്റ്റിൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കുകയാണ്, ഇതെന്താണെന്ന് ചോദിക്കാം. അപ്പോൾ അദ്ദേഹം സയൻറ്റിസ്റ്റ് ആയതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ന തരത്തിലുള്ള കല്ലാണ് സ്വാമി, ഗ്രാനൈറ്റ് സ്റ്റോൺ, ഗ്രാനൈറ്റ് കല്ലാണെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാമി ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദെയർ ഇൻസൈഡ് ഇറ്റ്, അതിൻ്റെ ഉള്ളിൽ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം സയൻറ്റിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിന് ഉത്തരം കൊടുത്തത് പറഞ്ഞു, സ്വാമി അതിൻ്റെ അകത്ത് മോളിക്യൂൾസ് അല്ല, അതിന് മുമ്പ് അത് കെമിക്കൽസ്, അതിലുള്ള രാസപദാർത്ഥങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ പറഞ്ഞു. പിന്നെയും സ്വാമി ചോദിക്കുകയാണ്, ഇല്ല ഡീപ്പർ, കുറച്ചുകൂടിയും ആഴമായിട്ട് ചിന്തിക്കൂ, ആ കെമിക്കൽസിലുള്ള എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞു. പിന്നെയും സ്വാമി ചോദിക്കുകയാണ്, ഇല്ല ഡീപ്പർ എന്ന് പറയുമ്പോൾ അദ്ദേഹം ആലോചിച്ചിട്ട് പറഞ്ഞു, സ്വാമി ആറ്റംസ്, അണു എന്ന് നമ്മൾ പറയുമല്ലോ മലയാളത്തിൽ. അപ്പോൾ പിന്നെയും സ്വാമി ചോദിക്കുകയാണ്, സ്റ്റിൽ ഡീപ്പർ, കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കൂ, അതിൻ്റെ ഉള്ളിൽ എന്താണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്വാമി ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് എന്നൊക്കെ പറഞ്ഞു. എന്നാലും സ്വാമി വിടുന്നില്ല. സ്വാമി പിന്നെയും ചോദിക്കുകയാണ്, കുറച്ചുകൂടിയും ഡീപ്പായിട്ട് ചിന്തിക്കൂ, അതിൻ്റെ ഉള്ളിൽ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിന് എന്ത് ഉത്തരം പറയണം എന്ന് മനസ്സിലാവാണ്ട് ഇങ്ങനെ ഉത്തരം മുട്ടി നിൽക്കുകയാണ്. ആ സമയത്ത് സ്വാമി എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കല്ലിങ്ങനെ എടുത്തിട്ട് ഒന്നാക്കിയിട്ട് അതിൻ്റെ രൂപം തന്നെ മാറി. വളരെ മനോഹരമായ കൃഷ്ണൻ്റെ ഒരു ശിലയായി അത് മാറി ആ കല്ല്. അത് കാണിച്ചു കൊടുത്തിട്ട് ഭഗവാൻ ഒരു മഹത്തായിട്ടുള്ളൊരു സന്ദേശം ഭഗവാൻ ആ സയൻറ്റിസ്റ്റിന് കൊടുക്കുകയാണ്. നമുക്കെല്ലാവർക്കും കൂടിയിട്ടുള്ള സന്ദേശം കൂടിയാണത്. പറയാണ്, ബംഗാരു എപ്പോഴും ഓർത്തു വയ്ക്കുക, ഡീപ്പ് ഇൻസൈഡ് എവറിത്തിങ് ഇസ് ഗോഡ്. എന്ത് വസ്തു തന്നെയായാലും അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചൂഴ്ന്നു നോക്കിക്കഴിഞ്ഞാൽ അവസാനം നമ്മൾ എത്തുന്നത് അതിൽ ആരെയാണ് നമ്മൾ കാണുക? അതിൻ്റെ ഉള്ളിൽ ഭഗവാൻ സാക്ഷാൽ ജഗദീശ്വരനാണ്. സർവരൂപധരം ശാന്തം സർവനാമധരം ശിവം സച്ചിദാനന്ദരൂപം അദ്വൈതം സത്യം ശിവം സുന്ദരം. ഭഗവാന്റെ പ്രഭാഷണത്തിന് മുമ്പ് ഇടയ്ക്ക് ഭഗവാൻ പറയാനുള്ളൊരു കവിതയാണത്, ഒരു ശ്ലോകമാണത്. സർവരൂപധരം ശാന്തം സർവനാമധരം ശിവം. അതിൻ്റെ അർത്ഥം എല്ലാ രൂപം തന്നെ ആയിക്കോട്ടെ, എന്ത് നാമം തന്നെ ആയിക്കോട്ടെ, അതെല്ലാം ഭഗവാന്റെ തന്നെ റിഫ്ലക്ഷനാണ്, ഭഗവാന്റെ തന്നെ വേറൊരു സ്വരൂപമാണ്. ഇതൊരു പ്രായോഗികമായിട്ട് നമുക്ക് ഇങ്ങനെ അത് ഉപയോഗത്തിൽ നമുക്ക് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു തത്വം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ലോകത്തിൽ നമ്മൾ എന്ത് തന്നെ കണ്ടാലും, അത് കല്ലായാലും മണ്ണായാലും ചെടികളായാലും മരങ്ങളായാലും നദിയായാലും മനുഷ്യനായാലും മൃഗമായാലും ഏത് തരത്തിലുള്ള ജീവരാശികളായാലും അതിൻ്റെ ഉള്ളിൽ എല്ലാത്തിലും ഭഗവാനാണ് എന്നുള്ളൊരു ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഭഗവത് കാരുണ്യത്താൽ നമ്മുടെ മനസ്സിൽ കടന്നു വരും. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശ്വപ്രേമം നമ്മുടെ ഹൃദയത്തിൽ വളരും. എല്ലാം ഒരു പ്രേമഭാവത്തോടെ നമ്മൾ ഭഗവാനെ നമ്മൾ ദർശിക്കുന്ന സമയത്ത് ഏത് ആ പ്രേമം നിറഞ്ഞ കണ്ണുകളോടെയാണ് നമ്മൾ നോക്കുക. ആ ഭാവത്തിൽ തന്നെ ഈ ലോകത്തിനെ മുഴുവൻ നമ്മൾ ദർശിക്കാൻ ഒരു പ്രവണത നമുക്ക് വരും. വിശ്വം വിഷ്ണു സ്വരൂപം എന്ന് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്ന മാതിരി, അങ്ങനെ ഭഗവാന്റെ കാരുണ്യത്താൽ നമ്മൾ കാണുന്നതെല്ലാം ഭഗവാന്റെ തന്നെ സ്വരൂപമായിട്ട് കാണാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ മുഴുവൻ ഭഗവാന്റെ പാദാരവിന്ദത്തിൽ സമർപ്പിക്കുകയാണ്. ജയ് സായിറാം.